പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ അപ്പസ്തോല പ്രവർത്തനങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ പ്രധാനമായും 2 ഭാഗങ്ങളുണ്ട്. അതിൻ്റെ ഒന്നാം ഭാഗം ജെറുസലേം കേന്ദ്രീകൃതമായ മിഷൻ. അത് പത്രോസ് ശ്ലീഹായുടെ നേതൃത്വത്തിലാണ് ജെറുസലേം കേന്ദ്രീകരിച്ചുള്ള മിഷൻ. എന്നാൽ രണ്ടാം ഭാഗം ഭൂമിയുടെ അതിർത്തികൾ വരെ സുവിശേഷം എത്തിക്കുന്ന പൗലോസ് ശ്ലീഹായുടെ നേതൃത്വത്തിലുള്ള വിജാതീയരുടെ ഇടയിലെ ശുശ്രൂഷകൾ, സുവിശേഷം വ്യാപിക്കുന്നതിന്റെ വിവരണം, സഭയുടെ ആരംഭം, ആദിമ ക്രൈസ്തവരുടെ ജീവിത ശൈലിയെക്കുറിച്ചുള്ള വിവരണങ്ങൾ, ഇവയാണ് പ്രധാനമായും അപ്പസ്തോല പ്രവർത്തനത്തിന്റെ ഉള്ളടക്കം. അപ്പസ്തോല പ്രവർത്തനം എഴുതിയത് ലൂക്ക ആണെന്നാണ് പൊതുവായ അഭിപ്രായം. ലൂക്കായുടെ സുവിശേഷത്തിന്റെ ആരംഭവും അപ്പസ്തോല പ്രവർത്തനത്തിന്റെ ആരംഭവും വായിക്കുമ്പോൾ തന്നെ അപ്പസ്തോല പ്രവർത്തനത്തിന്റെയും ഗ്രന്ഥകർത്താവ് ലൂക്കായാണെന്ന് വ്യക്തമാകും. പദപ്രയോഗങ്ങള്, ഭാഷാ ശൈലി, സാഹിത്യരൂപം, ഇവയിലുമൊക്കെ ലൂക്കായുടെ സുവിശേഷവുമായി അപ്പസ്തോല പ്രവർത്തനങ്ങൾക്ക് സാമ്യമുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിന്റെ 2nd വോളിയമായിട്ടാണ് അപ്പസ്തോല പ്രവർത്തനത്തെ കണക്കാക്കപ്പെടുന്നത്. സുവിശേഷം എഴുതപ്പെട്ടത് AD 68 എന്നാണ് പൊതുവായ അഭിപ്രായം. അപ്പസ്തോല പ്രവർത്തനം എഴുതപ്പെട്ടത് AD 70. ലൂക്കായുടെ സുവിശേഷത്തിലും ക്രിസ്തുവിന്റെ സുവിശേഷം ആനന്ദവും ആവേശവും പകരുന്ന ഒരു സദ്വാർത്തയായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായം 15 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ, 20-ാം അധ്യായം 5 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ, 21-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ, 27-ാം അധ്യായം 1 മുതൽ 28-16 വരെയുള്ള വാക്യങ്ങൾ. ഈ ഭാഗങ്ങളിലെല്ലാം ലൂക്കായെ പൗലോസ് ശ്ലീഹായുടെ മിഷണറി യാത്രകളിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നവനായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്. കൊളോസ്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 14-ാം വാക്യത്തിൽ ലൂക്കായെ ഒരു വൈദ്യനായിട്ട്, ഭിക്ഷഗ്വരനായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും പ്രിയങ്കരനും എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി പരിശോധിച്ച് കൃത്യമായും ക്രമമായും എഴുതുന്ന ഒരു ഗ്രന്ഥകർത്താവായും ആണ് ലൂക്കായെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 1-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ അപ്പസ്തോല പ്രവർത്തനത്തിന്റെ ആമുഖമായും യേശു പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്ന സന്ദർഭമായും ഈ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളെ നമുക്ക് കാണാം. നമുക്ക് വചനം ശ്രവിക്കാം. അല്ലയോ തെയോഫിലസ്, യേശു താൻ തെരഞ്ഞെടുത്ത അപ്പസ്തോലന്മാർക്ക് പരിശുദ്ധാത്മാവും വഴി കൽപ്പന നൽകിയതിന് ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട ദിവസം വരെ പ്രവർത്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ആദ്യ ഗ്രന്ഥത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ. ലൂക്ക എഴുതിയ സുവിശേഷത്തെയാണ് ആദ്യ ഗ്രന്ഥം എന്ന് പറഞ്ഞേക്കുന്നത്. പീഡാനുഭവത്തിന് ശേഷം 40 ദിവസത്തേക്ക് അവൻ അവരുടെ ഇടയിൽ പ്രത്യക്ഷനായി ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. അങ്ങനെ അവൻ അവർക്ക് വേണ്ടത്ര തെളിവുകൾ നൽകിക്കൊണ്ട് ജീവിക്കുന്നവനായി പ്രത്യക്ഷപ്പെട്ടു. തന്റെ സ്വന്തം ജനത്തിന്റെ ഇടയിൽ ജീവിക്കുന്നവനായി പ്രത്യക്ഷപ്പെട്ടു. അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. എന്തെന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി, നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. പെന്തക്കൊസ്തി സംഭവത്തെ കുറിച്ചാണ് പറയുന്നത്, പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തെ കുറിച്ച്. നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. ഇത് ലൂക്കായുടെ സുവിശേഷത്തിലും
നമ്മൾ കാണുന്നു. 24 അധ്യായം 49 വാക്യം, ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. ഇത് യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് തൊട്ടു മുമ്പ് പറഞ്ഞതാണ്. അത് തന്നെയാണ് 4 വാക്യത്തിൽ പറഞ്ഞേക്കുന്നത്. അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. എന്തെന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി, നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. സുവിശേഷത്തിൽ യേശുവിൻ്റെ സ്വർഗാരോഹണത്തെക്കുറിച്ച് പറഞ്ഞത് വളരെ ചുരുങ്ങിയ വാക്കുകൾ. എന്നാൽ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ കൂടുതൽ വിശദീകരണം കാണുന്നു. കർത്താവിൻ്റെ ഉത്ഥാനശേഷം അവിടുന്ന് ശിഷ്യഗണത്തിന് പ്രത്യക്ഷപ്പെട്ടതും ആ സന്ദർഭങ്ങൾ കുറച്ചുകൂടെ വിശദമായി അവതരിപ്പിച്ചിരിക്കുകയാണ് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ. യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് തൊട്ടു മുമ്പുള്ള കാര്യങ്ങളാണ് 1:6 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞേക്കുന്നത്. 6 വാക്യത്തിൽ പറയുന്നു, ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവർ അവനോട് ചോദിച്ചു, കർത്താവേ, അവിടുന്ന് ഇസ്രായേലിന് രാജ്യം പുനഃസ്ഥാപിച്ചു നൽകുന്നത് ഇപ്പോഴാണോ? അവൻ പറഞ്ഞു, പിതാവ് സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട കാര്യമല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അപ്പോൾ ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. അപ്പോസ്തല പ്രവർത്തനം 1:8 യേശുവിൻ്റെ മിഷനറി കമ്മീഷനിങ്ങിന്റെ അടിസ്ഥാനപരമായ ഒരു വചനഭാഗമാണിത്. അപ്പോസ്തല പ്രവർത്തനത്തിലെ ഒരു ബേസിക് മിഷനറി ടെക്സ്റ്റ് ആണ് ഈ 1:8. ഇത് ലൂക്കായുടെ സുവിശേഷം 24:47 മുതൽ 49 വരെയുള്ള വാക്യങ്ങൾക്ക് സമാനമാണ്. പാപമോചനത്തിനുള്ള അനുതാപം അവന്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. എന്ന അപ്പോസ്തല പ്രവർത്തനം 1:8 പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. ഇവിടെ യേശുവിന് സാക്ഷ്യം നൽകുകയാണ്. പരിശുദ്ധാത്മ ശക്തിയാൽ ശിഷ്യഗണം ഉത്ഥിതനായ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഇതാണ് ലൂക്കായുടെ സുവിശേഷത്തിലെ മിഷനറി ടെക്സ്റ്റും അപ്പോസ്തല പ്രവർത്തനത്തിലെ മിഷനറി ടെക്സ്റ്റും തമ്മിലുള്ള വ്യത്യാസം. പ്രിയമുള്ളവരെ, അപ്പോസ്തല പ്രവർത്തനങ്ങൾ എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര് അങ്ങനെയാണെങ്കിലും യഥാർത്ഥത്തിൽ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നമ്മൾ കാണുന്നത് ദ സ്പ്രെഡ് ഓഫ് ദ വേർഡ് ത്രൂ ദ പവർ ഓഫ് ദ സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ദൈവിക ശക്തി പ്രാപിച്ച അപ്പോസ്തലന്മാർ ഭൂമിയുടെ അതിർത്തികൾ വരെ ക്രിസ്തുവിന് സാക്ഷികളായിക്കൊണ്ട് സുവിശേഷം എത്തിക്കുന്നതാണ്. ജെറുസലേമിലും അതിനു ചുറ്റുമുള്ള പ്രദേശങ്ങളിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും വചനം വ്യാപിക്കുന്നു. വചനം വ്യാപിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ. ദൈവാത്മ ചൈതന്യം പ്രാപിച്ച അപ്പോസ്തലന്മാരിലൂടെ വചനം വ്യാപിക്കുകയാണ്. ഇവിടെ മറ്റൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ അപ്പോസ്തല പ്രവർത്തനം എഴുതിയേക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അല്ലെങ്കിൽ ലക്ഷ്യം യഹൂദ ക്രൈസ്തവരായ വിശ്വാസികളെയും അതുപോലെ തന്നെ വിജാതീയരെയും ഒരുപോലെ മുന്നിൽ കണ്ടുകൊണ്ട് എഴുതിയതാണിത്. സകല വിജാതീയരെയും വിശ്വാസത്തിലേക്ക് ക്ഷണിക്കുന്നു, വിശ്വാസം സ്വീകരിച്ചിട്ടില്ലാത്ത യഹൂദരെയും. അതുകൊണ്ടാണ് പറഞ്ഞത് യഹൂദരെയും വിജാതീയരെയും ഒരുപോലെ ഉദ്ദേശിച്ചാണ് ഈ അപ്പോസ്തല പ്രവർത്തനം എഴുതപ്പെട്ടിരിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം അവസാനിക്കുന്നിടത്ത്
അപ്പോസ്തല പ്രവർത്തനം ആരംഭിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നു, അപ്പോസ്തലന്മാർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവൻ്റെ സഹോദരരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കണം. സുവിശേഷം ജെറുസലേമിൽ ആരംഭിച്ച് യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും എത്തണം. ജെറുസലേമിൽ ആരംഭിക്കുക എന്ന് പറയുമ്പോൾ മാതൃസഭയിൽ ആരംഭിക്കണം. ജെറുസലേമിൽ നിന്ന് യൂദയ മുഴുവനിലും സുവിശേഷം എത്തിക്കണം. യൂദയ മുഴുവനിലും, സഭ മുഴുവനിലും. അതിനുശേഷം സമരിയായിൽ. സമരിയ ഇവിടെ യഹൂദരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന സമൂഹങ്ങൾ. ഇന്നത്തെ പശ്ചാത്തലത്തിൽ നമ്മൾ സമരിയായെ മനസ്സിലാക്കേണ്ടത് കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന സഭാ സമൂഹങ്ങൾ. ഭൂമിയുടെ അതിർത്തികൾ വരെ സകല ജനതകളിലേക്കും അഥവാ ഇതര മതസ്ഥരുടെ ഇടയിലേക്കും സകല മനുഷ്യരിലേക്കും സുവിശേഷം എത്തണം. മിഷൻ പരിശുദ്ധ ത്രിത്വത്തിന്റെ മിഷനാണ്. പിതാവായ ദൈവം ലോകത്തിലേക്ക് അയച്ച പുത്രൻ തമ്പുരാന്റെ സ്വർഗാരോഹണത്തോടെ ഉന്നതത്തിൽ നിന്ന് വിശ്വാസികളുടെ മേൽ അയക്കപ്പെടുന്ന പരിശുദ്ധാത്മ ശക്തി, മിഷന്റെ അടിസ്ഥാനം ത്രിയേക ദൈവമാണ്. പിതാവായ ദൈവം, പിതാവയച്ച പുത്രന്റെ മരണോത്ഥാനത്തിലൂടെയും സ്വർഗാരോഹണത്തിലൂടെയും പിതാവ് പുത്രനിലൂടെ നമ്മുടെ മേൽ അയച്ച പരിശുദ്ധാത്മാവ്. മിഷന്റെ ഉറവിടം പിതാവായ ദൈവമാണ്. അതിന്റെ കേന്ദ്രം പുത്രൻ തമ്പുരാനാണ്. മിഷന്റെ ചൈതന്യം, ഏജന്റ് ഓഫ് മിഷൻ, പരിശുദ്ധാത്മാവാണ് മിഷൻ. നമ്മുടെ വ്യക്തി ജീവിതങ്ങളെയും സഭയെയും സമൂഹത്തെയും സഭയുടെ സംവിധാനങ്ങളെയും എല്ലാം ഉള്ളിൽ നിന്ന് രൂപാന്തരീകരിക്കുന്ന ശക്തിയായി മാറണം സുവിശേഷം. തുടർന്ന് 9 മുതലുള്ള വാക്യങ്ങൾ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നോക്കി നിൽക്കെ അവൻ ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ടു. ഒരു മേഘം വന്ന് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു. അവൻ ആകാശത്തിലേക്ക് പോകുന്നത് അവർ നോക്കി നിൽക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പേർ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, അല്ലയോ ഗലീലിയരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും. ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ എന്ന് പറഞ്ഞിട്ട് അവൻ അവരെ ബഥാനിയ വരെ കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് സുവിശേഷത്തിൽ പറയുന്നത്. അവൻ അവരെ ബഥാനിയ വരെ കൂട്ടിക്കൊണ്ടുപോയി കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു നിൽക്കവേ അവൻ അവരിൽ നിന്ന് മറയുകയും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്തു. അവർ അവനെ ആരാധിച്ചു. അത്യന്തം ആനന്ദത്തോടെ ജെറുസലേമിലേക്ക് മടങ്ങി അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി എന്നാണ് സുവിശേഷത്തിൽ പറയുന്നത്. എന്നാൽ അപ്പോസ്തല പ്രവർത്തനത്തിൽ കുറച്ചുകൂടെ വിശദീകരണമുണ്ട്. 9-ാം വാക്യം, അവർ നോക്കി നിൽക്കെ അവൻ ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ടു. അവൻ ആകാശത്തിലേക്ക് പോകുന്നത് അവർ നോക്കി നിൽക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പേർ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, അല്ലയോ ഗലീലിയരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും. അപ്പോസ്തല പ്രവർത്തനത്തിൽ നൽകുന്ന ഈ 1:11 നൽകുന്ന വിവരണമാണ് വളരെ വ്യക്തതയുള്ള ഒരു വിവരണം. കർത്താവിൻ്റെ 2ാം വരവിനെ കുറിച്ച് ഇപ്രകാരം പറഞ്ഞതുകൊണ്ടാണ് അവന്റെ പുനരാഗമനം ഉടനെ ഉണ്ടാകുമെന്ന് ആദിമസഭയിൽ ചിന്ത വരാൻ കാരണം. ഇവിടെ പറഞ്ഞേക്കുന്നത്, അല്ലയോ ഗലീലിയരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തിരിച്ചു വരും. ഈ വിശദീകരണം
സുവിശേഷത്തിൽ ഇല്ല. ഇത് കഴിഞ്ഞ് അവർ ദൈവത്തെ ആരാധിച്ചു. അത്യന്തം ആനന്ദത്തോടെ ജെറുസലേമിൽ വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ കാത്തിരുന്നു. 12 മുതലുള്ള വാക്യങ്ങൾ. അവർ ഒലിവ് മലയിൽ നിന്ന് ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി. അവർ പട്ടണത്തിലെത്തി തങ്ങൾ താമസിച്ചിരുന്ന വീടിന്റെ മുകളിലത്തെ നിലയിലുള്ള മുറിയിൽ ചെന്നു. അവർ പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമിയോ, മത്തായി, ഹൽപ്പയുടെ പുത്രനായ യാക്കോബ്, തീവ്രവാദിയായ ചിമയോൻ, യാക്കോബിന്റെ പുത്രനായ യൂദാസ് എന്നിവരായിരുന്നു. ഇവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും യേശുവിൻ്റെ സഹോദരന്മാരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. സ്വർഗാരോഹണം മുതൽ പെന്തക്കൊസ്തി ദിനം വരെയുള്ള 10 ദിവസങ്ങൾ ജെറുസലേമിലെ ഈ മാളിക മുറിയില് പരിശുദ്ധ അമ്മയോടൊത്ത് ഏക മനസ്സോടെ പ്രാർത്ഥിച്ചു കാത്തിരുന്നു. ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ഉന്നതത്തിൽ നിന്നുള്ള ശക്തി ധരിക്കുവാനായി പ്രാർത്ഥിച്ചു കാത്തിരുന്നു. 15 മുതലുള്ള വാക്യം. അന്നൊരു ദിവസം 120ഓളം സഹോദരർ സമ്മേളിച്ചിരിക്കെ, ഒരു ദിവസം 120ഓളം സഹോദരർ സമ്മേളിച്ചിരിക്കെ പത്രോസ് അവരുടെ മധ്യേ എഴുന്നേറ്റ് നിന്ന് പ്രസ്താവിച്ചു, സഹോദരരെ, യേശുവിനെ പിടിക്കാൻ വന്നവർക്ക് നേതൃത്വം നൽകിയ യൂദാസിനെ കുറിച്ച് ദാവീദ് വഴി പരിശുദ്ധാത്മാവ് അരുളി ചെയ്ത വചനം പൂർത്തിയാകേണ്ടിയിരുന്നു. അവൻ നമ്മിൽ ഒരുവനായി എണ്ണപ്പെടുകയും ഈ ശുശ്രൂഷയിൽ അവന് ഭാഗഭാഗിത്വം ലഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അവൻ തൻ്റെ ദുഷ്കർമ്മത്തിൻ്റെ പ്രതിഫലം കൊണ്ട് ഒരു പറമ്പ് വാങ്ങി. അവൻ തലകുത്തി വീണു, ഉദരം പിളർന്ന് അവൻ്റെ കുടലെല്ലാം പുറത്ത് ചാടി. ജെറുസലേം നിവാസികൾക്കെല്ലാം ഈ വിവരം അറിയാം. ആ സ്ഥലം അവരുടെ ഭാഷയിൽ രക്തത്തിൻ്റെ വയൽ എന്നർത്ഥമുള്ള ഹക്കൽദമ എന്ന് വിളിക്കപ്പെട്ടു. അവൻ്റെ ഭവനം ശൂന്യമായി തീരട്ടെ, ആരും അതിൽ വസിക്കാതിരിക്കട്ടെ എന്നും അവൻ്റെ ശുശ്രൂഷയുടെ സ്ഥാനം മറ്റൊരുവൻ ഏറ്റെടുക്കട്ടെ എന്നും സങ്കീർത്തന പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അതിനാൽ കർത്താവായ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് ഒരാൾ ഞങ്ങളോടൊപ്പം സാക്ഷിയായിരിക്കണം. യോഹന്നാന്റെ സ്നാനം മുതൽ നമ്മിൽ നിന്ന് ഉന്നതത്തിലേക്ക് സംവഹിക്കപ്പെട്ട നാൾ വരെ യേശു നമ്മോടൊപ്പം സഞ്ചരിച്ചിരുന്ന കാലം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ഒരുവനായിരിക്കണം അവൻ. യൂദാസിന്റെ സ്ഥാനത്ത് തെരഞ്ഞെടുക്കേണ്ടത് ഇപ്രകാരം: യേശു മാമോദീസ സ്വീകരിച്ചതു മുതൽ അവൻ്റെ പരസ്യ ജീവിതകാലം അത്രയും, അവൻ്റെ പീഡാനുഭവം, കുരിശുമരണം, ഉത്ഥാനം, സ്വർഗാരോഹണം വരെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നതിൽ ഒരാളായിരിക്കണം അവൻ. അവർ ബർസബാസ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന ജോസഫിനെയും മത്തിയാസിനെയും നിർദ്ദേശിച്ചു. അവർ പ്രാർത്ഥിച്ചു, കർത്താവേ, എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങൾ അങ്ങ് അറിയുന്നുവല്ലോ. യൂദാസ് താൻ അർഹിച്ചിരുന്നിടത്തേക്ക് പോകാൻ വേണ്ടി ഉപേക്ഷിച്ച അപ്പസ്തോല സ്ഥാനവും ശുശ്രൂഷ പദവിയും സ്വീകരിക്കാൻ ഈ ഇരുവരിൽ ആരെയാണ് അങ്ങ് തെരഞ്ഞെടുക്കുന്നതെന്ന് വ്യക്തമാക്കണമേ. പിന്നെ അവർ കുറിയിട്ടു. മത്തിയാസിന് കുറി വീണു. 11 അപ്പസ്തോലന്മാരോട് കൂടെ അവൻ എണ്ണപ്പെടുകയും ചെയ്തു. അങ്ങനെ അപ്പസ്തോലന്മാരുടെ എണ്ണം വീണ്ടും 12 തികച്ചു. ഇവിടെ ഈ അപ്പസ്തോലന്മാരുടെ ദൈവത്തിലുള്ള ആശ്രയം, അവർ പ്രാർത്ഥിച്ച് കാത്തിരുന്ന് പരസ്പരം ആലോചിച്ചു ആരെ തെരഞ്ഞെടുക്കണം. അത് കഴിഞ്ഞ് 2 പേരുകൾ അവർ തെരഞ്ഞെടുത്തു. അത് ദൈവസന്നിധിയിൽ സമർപ്പിച്ചിട്ട് കുറിയിട്ട് അതിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുത്തു. അപ്പോൾ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പായിട്ട് തന്നെ മത്തിയാസിന്റെ തെരഞ്ഞെടുപ്പിനെ പരിഗണിച്ചു. അങ്ങനെ മറ്റു 11 അപ്പസ്തോലന്മാരോടുകൂടെ അവനും എണ്ണപ്പെട്ടു. പ്രിയമുള്ളവരെ, അപ്പസ്തോല പ്രവർത്തനത്തെക്കുറിച്ച് ആമുഖമായി നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളും 1-ാം അധ്യായത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിരന്തരം ധ്യാനിക്കുക. ആദിമസഭയുടെ ചൈതന്യത്തിലേക്ക് നമുക്കിന്ന് കടന്നു വരാൻ സാധിക്കണം. കർത്താവിൻ്റെ തിരുമനസ്സിനോടുള്ള അവരുടെ വിധേയത്വവും ആലോചന, പ്രേക്ഷിത ദൗത്യത്തെക്കുറിച്ച് നൽകിയ നിർദ്ദേശം, കർത്താവിൻ്റെ വാക്കുകൾ
ഇവ മനസ്സിൽ സൂക്ഷിച്ച് നിരന്തരം ധ്യാനിക്കണം. അതിൽ വളരെ പ്രത്യേകിച്ച് നമ്മുടെ ചിന്തയിൽ നിരന്തരം സൂക്ഷിക്കേണ്ട കാര്യം യേശു പ്രേക്ഷിത ദൗത്യത്തെക്കുറിച്ച് നൽകിയ നിർദ്ദേശം. രണ്ടാമതായി സ്വർഗാരോഹണത്തെക്കുറിച്ച് നൽകിയ വിവരണം. ശിഷ്യന്മാരുടെ സ്വർഗാരോഹണ അനുഭവം. യേശുവിൻ്റെ സ്വർഗാരോഹണത്തിൽ ഒരു ദൃക്സാക്ഷി വിവരണമുണ്ട്. അവർ നേരിട്ട് കണ്ടതാണ് വിവരിച്ചിരിക്കുന്നത്. പക്ഷേ അത് ഇന്ദ്രിയ ഗോചരമായ ഒരു അനുഭവത്തിന് അതീതമാണ്. യേശുവിൻ്റെ സ്വർഗാരോഹണ അനുഭവം അതൊരു ദൃക്സാക്ഷി വിവരണമാണ്. അപ്പോസ്തലന്മാർ ദർശിച്ചു. പക്ഷേ നിമിഷ നേരത്തേക്കുള്ള അവരുടെ ആ ഇന്ദ്രിയ ഗോചരമായ അനുഭവത്തിന് അതീതമാണ് സ്വർഗാരോഹണമെന്ന മഹാരഹസ്യം. അതുപോലെ അപ്പോസ്തല പ്രവർത്തനത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വർഗാരോഹണത്തിന് ശേഷം ഉത്ഥിതനും മഹത്യുകൃതനുമായ മിശിഹ സ്വർഗത്തിലേക്ക് പ്രവേശിച്ച ആ സംഭവം, പ്രത്യേകിച്ച് ഉത്ഥിതനും മഹത്യുകൃതനുമായ മിശിഹ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുന്നത്, അത് ഭൗമിക മണ്ഡലത്തിൽ നിന്ന് സ്വർഗീയ മണ്ഡലത്തിലേക്കുള്ള ഒരു പ്രയാണമാണ്. പ്രിയമുള്ളവരെ, ക്രിസ്തു ശിഷ്യർക്കും ഇപ്രകാരം ഒരു പ്രയാണം അവരുടെ ജീവിതത്തിൽ ആത്മന നമ്മൾ ഈ ഭൗമിക മണ്ഡലത്തിൽ നിന്ന് സ്വർഗീയ മണ്ഡലത്തിലേക്ക് നിരന്തരം പ്രയാണം ചെയ്യണം. അതിനെയാണ് ആത്മീയ മലകയറ്റം എന്ന് ആധ്യാത്മിക ഗുരുക്കന്മാർ വിശേഷിപ്പിക്കുന്നത്. യേശുവിൻ്റെ സ്വർഗാരോഹണം ദർശിച്ച ശിഷ്യഗണത്തിന് അഭൗമികമായ അതീന്ദ്രിയപരമായ ഒരു അനുഭവം, അവർണ്ണനീയമായ ഒരു അനുഭവമാണ്. അത് വാക്കുകളിൽ വിവരിച്ച് തീർക്കാൻ പറ്റില്ല. ഈ അനുഭവത്തോടെയാണ് അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടിയത്. ഈ സ്വർഗാരോഹണ അനുഭവത്തോടെ അവർ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സ്തുതിച്ചുകൊണ്ട് ജെറുസലേമിൽ ഒരു മനസ്സോടെ ഒരു ഹൃദയത്തോടെ അവർ ഒരുമിച്ചുകൂടി പ്രാർത്ഥനാ നിരതരായിരുന്നു. ആ കാത്തിരിപ്പാണ് കർത്താവിൻ്റെ വാഗ്ദാനമനുസരിച്ച്, കർത്താവിൻ്റെ നിർദ്ദേശമനുസരിച്ചും അവർ വാഗ്ദാനം പ്രാപിക്കാനായി കർത്താവിൻ്റെ നിർദ്ദേശമനുസരിച്ച് കാത്തിരുന്നു. കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളുടെ അവസാനത്തിൽ സംഭവിച്ചത് എന്തെന്ന് 2-ാം അധ്യായത്തിൽ വിവരിക്കുന്നു. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ശ്രവിക്കാം. നമ്മൾ ശ്രവിച്ച കാര്യങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിരന്തരം ധ്യാനിക്കാം. ഒരു മനസ്സോടെ പ്രാർത്ഥനാ നിരതരായി ദൈവസന്നിധിയിലായിരിക്കാനും പരസ്പരം ആലോചിക്കാനും ദൈവത്തോട് ആലോചിക്കാനും അങ്ങനെ കൂട്ടായ്മയുടെ ജീവിതം നയിക്കാനും നമുക്ക് പരിശ്രമിക്കാം. സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ.